കോന്നി ആനക്കൂട്ടിൽ തൂണ് വീണ് 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ MLA ഉദ്യോഗസ്ഥ പോര് മുറുകുകയാണ്. പരസ്യ പ്രതിഷേധം നടത്തിയ ജീവനക്കാരെ വിമർശിച്ചുകൊണ്ട് കോന്നി MLA KU ജനീഷ് കുമാർ കുഞ്ഞിന്റെ മരണത്തിൽ സുരക്ഷാ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. സംഘടനയുടെ ആൾബലം കാട്ടി ഭീഷണിപ്പെടുത്താമെന്ന് കരുതേണ്ടെന്ന് MLA പറഞ്ഞു. MLAയുടെ പ്രസ്താവനയ്ക്കെതിരെ ജീവനക്കാർ ഇന്നലെ പ്രതിഷേധിച്ചിരുന്നു. CK അബിലാൽ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. അബിലാൽ, വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു കോന്നി ആനക്കൂട്ടിൽ സംഭവിച്ചത്. കോൺക്രീറ്റ് തൂണ് ഇളകി വീണ് ഒരു 4 വയസ്സുകാരൻ മരണപ്പെടുന്നു. അതിൽ വന്നിട്ടുള്ള വീഴ്ചകൾ സംബന്ധിച്ചുള്ള അന്വേഷണം വനംവകുപ്പ് നടത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. എന്നാൽ അതിൽ പ്രതിഷേധിക്കുകയാണ് ജീവനക്കാർ, പരസ്യമായി എത്തുന്നു. ഇതിനെതിരെയാണ് സ്ഥലം കോന്നി MLA കൂടിയായിട്ടുള്ള KU ജനീഷ് കുമാർ രംഗത്തെത്തിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധിയും തമ്മിലുള്ള തർക്കം അവിടെ നിൽക്കട്ടെ, അതോടൊപ്പം തന്നെ ഇത്തരം ഒരു ദുരന്തങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെയാണോ ഒരു സംഘടനയൊക്കെ പ്രതിഷേധിക്കേണ്ടത്? വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കുഞ്ഞിന്റെ മരണം ഉണ്ടായതിനെ തുടർന്ന് ബന്ധുക്കളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും അതാണ് കുഞ്ഞിന്റെ മരണത്തിന് ഇടയാക്കിയത് എന്ന പ്രതികരണം KU ജനീഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ 5 ഉദ്യോഗസ്ഥരെ വകുപ്പിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഇതാണ് ജീവനക്കാരുടെ സംഘടന ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷനെ ചൊടിപ്പിച്ചത്. അവർ ഇന്നലെ അച്ചടക്ക നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും DFO ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ ഈ അപകടം ഉണ്ടായിട്ട് പ്രാഥമിക പരിശോധന പോലും നടത്തുന്നതിന് മുൻപ് തന്നെ അപക്വമായ രീതിയിൽ MLA KU ജനീഷ് കുമാർ പ്രതികരിക്കുകയും ജീവനക്കാരെ കുറ്റപ്പെടുത്തുകയും ചെയ്ത രീതി ശരിയല്ല എന്ന അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞ സ്ഥിതിയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയ വേളയിലാണ് ജീവനക്കാരുടെ സംഘടനയുടെ അംഗബലം കാട്ടി ഭയപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കേണ്ടതില്ല, അത് വിലപ്പോകില്ല എന്ന് KU ജനീഷ് കുമാർ പറഞ്ഞത്. ഗുരുതരമായ പിഴവ് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 5 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തത്. മറ്റ് 13 തരത്തിലുള്ള വീഴ്ചകൾ കൂടി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അച്ചടക്ക നടപടി എന്നുള്ളത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ അംഗബലം കാട്ടി ഭീഷണിപ്പെടുത്തുകയോ നമ്മളെ സംബന്ധിച്ചോളം അറിയാം, ഒരുപാട് ആ കുഞ്ഞിന്റെ ജീവൻ ഒരു സുരക്ഷാ പിഴവ് കൊണ്ടാണ് സുരക്ഷാപരമാണ്. കാരണം കൈപ്പള്ളി, ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ അവധിക്കാലമാണ്, കൂടുതൽ ആൾക്കാരെത്തും. കോന്നി ആനക്കൂട്ടിൽ എന്ന് പറഞ്ഞാൽ സന്ദർശകരെ നിരവധി വരുന്നതാണ്. അവിടെ ഒരു തൂണ് നിൽക്കുമ്പോൾ ആ തൂണിനകത്തെ ചുവട് ഇളകി പോവുകയാണ്, മണ്ണിളകുന്നു. അത് കണ്ടെത്തി അത് പരിഹരിക്കേണ്ടത് അവിടുത്തെ ജീവനക്കാരുടെ തന്നെ കടമയാണ്. അവസ്ഥകളിൽ നടപടി മാതൃകാപരമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അതിനെതിരെ സംഘബലവും സംഘടനാബലവും കാട്ടി ഇത്തരം രീതികൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് അംഗീകരിക്കേണ്ടതാണ്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവധിക്കാലമാണ്, നിരവധി സ്ഥലങ്ങളിലേക്ക് നമ്മൾ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി പോകും. അവിടെയൊക്കെ ഉണ്ടാകുന്ന ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ പോലും, കാരണം വരുമാനം ഒരുപാട് ഇവർക്ക് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് നേടിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ വരുമാനവുമായി ബന്ധപ്പെട്ട് ഒരു അംശം പോലും ഈ സുരക്ഷയുടെ കാര്യത്തിൽ അവിടെ കാട്ടിയിട്ടില്ല എന്ന് നമുക്ക് തീർത്തും പറയേണ്ടി വരുന്ന സാഹചര്യമാണ്.